Hi guys, welcome to our new vlog. This is me, Jomie. Normal. Guys, actually ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. അതിന് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത് ഓരോരുത്തരോടുമാണ്. വേറെ ഒന്നുമല്ല, നമ്മള് 2M ഫാം ആയിട്ടുണ്ട്, 2M സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. വിത്ത് ഓൾ സപ്പോർട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണോണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൽ എത്താൻ നമുക്ക് പറ്റിയത്. അപ്പൊ നമുക്ക് 2M സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഗൈസ്. നമ്മൾ ഈ 2M സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ നമ്മളൊരു ഭയങ്കര ഹ്യൂജ് ആയിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചാണ്. എന്തുകൊണ്ടാണ് ആഘോഷിക്കുക? അല്ല, നമ്മൾ ആഘോഷിക്കും ഗൈസ്. 2M സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ കാരണം അത് നമുക്ക് ലൈഫിൽ നമ്മുടെ വലിയൊരു കാര്യമാണ് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. വണ്ണമായപ്പോഴത്തേക്കും നമ്മള് ചെറുതായിട്ട് ആഘോഷിച്ചു. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാറുടെ ബർത്ത്ഡേ കൂടെ എന്നായിരുന്നു. February 24th വണ്ണമ്മ ആയത്. അതിന് നമ്മൾ 2M ആയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ July 1st. അപ്പൊ July 1st ശരിക്കും നമ്മള് എടുത്തിങ്ങനെ വെക്കാനായിട്ടൊന്നും പറ്റിയില്ല. കാരണം വെരി ടയർഡ് ആയിരുന്നു. ഞങ്ങൾ ഉറങ്ങിപ്പോയി ഗൈസ്. രാവിലെ നോക്കിയപ്പോഴത്തേക്കും 2M. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്സ് ഒന്നും നമ്മൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ എന്തായാലും ഈ ഒരു അച്ചീവ്മെന്റ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണല്ലോ നമ്മൾ ഈ ഒരു ഇപ്പൊ ചിലപ്പോ കുറെ പേര് ഇപ്പൊ ഷോർട്സ് കാണുന്ന ചിലപ്പോ അറിയണമെന്നില്ല 2M ആയിരുന്നൊക്കെ. അപ്പൊ നമുക്ക് ഉണ്ടായ സന്തോഷം നിങ്ങളോടും കൂടെ അറിയിക്കണമെന്ന് തോന്നി. അപ്പൊ നമ്മളൊരു ബിഗ് സെലിബ്രേഷൻ അല്ല, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളോട് ഓരോരുത്തരോട് ഒരു താങ്ക്സ് ആണ് നമ്മൾ ആദ്യം വേണ്ടി പറയണം എന്ന് നമുക്ക് തോന്നി. അത് ഇനി ഒരുപാട് ലേറ്റ് ആക്കാൻ പറ്റില്ല, കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ. കാരണം വേറെ ഒന്നും കൂടെ പിള്ളേരുള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഒന്നാമത്തെ റീസൺ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് വീഡിയോ. ആൻഡ് ദെൻ അപ്പൊ എല്ലാവർക്കും വീണ്ടും വീണ്ടും പറയാനുള്ള ഞങ്ങൾക്ക് താങ്ക്സ് തന്നെയാണ്. ഇവൻ ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഈവൻ എന്താ പറയാ, ചെറിയ ഒരു പെട്ടെന്ന്, അതായത് എല്ലാ ആളുകൾക്കും ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് എന്താ പറയുക, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. സ്റ്റിൽ എല്ലാവരും ലൈവ് വെക്കും. എല്ലാവരും ഇപ്പൊ നിനക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ. അപ്പൊ ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റഡ് ആയിട്ട് പോകുന്ന ഈ സമയത്തും നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കണ്ടന്റ് നമ്മൾ എടുത്ത് ചെയ്യുന്നതല്ല. നമ്മൾ ഡിഫറെന്റ്, അതായത് ഫുഡ് കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്, കുക്കിംഗ് കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്, ഫൺ കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ കണ്ടന്റ്സുകൾ നമ്മൾ തന്നെ ഓരോ ദിവസം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അത്യാവശ്യം എല്ലാവരുടെ കോപ്പി അടിക്കാറുണ്ട് ഗൈസ്. അല്ലാതൊന്നും പറയുന്നില്ല. ട്രെൻഡിങ്, അതായത് ഇപ്പൊ പറയണെങ്കിൽ ഇപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോപ്പി. ഇന്ന് അവരുടെ കോപ്പിയില് ഇത് ഇവരുടെ കോപ്പിയില്. ഒരാളുടെ കോപ്പി അടിക്കണമെങ്കിൽ അത് കോപ്പി. ആ ഒരു കണ്ടന്റ് 1000 പേര് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രെൻഡ്. ഇതിലെന്താ ഗൈസ് വ്യത്യാസം? അപ്പൊ അല്ല, അത് എങ്ങനെ ചെയ്തതല്ല, നമ്മളെ ചെയ്ത് സക്സസ് ആക്കുന്നതിലും കൂടി ഒരു റീസൺ ഉണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്നതിലും നമ്മളും ചെയ്യുന്നു, അത് ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അതിന് ലൈക്സ് കിട്ടുന്നതും അത് കയറി പോകുന്നതും. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ഇവൻ ഞങ്ങളതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, നിങ്ങളത് നെഗറ്റീവ് പറയുന്നില്ലെന്നും എന്താ പറയാ, സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മളത് ഹാപ്പി ആയിട്ട് പോകുന്നത് തന്നെ. പിന്നെ ഒരു അഡ്വൈസ്, ബിഗിനേഴ്സിന് നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനുണ്ട്. കുറെ പേരൊക്കെ നമുക്ക് കമന്റ്സ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് വാട്സാപ്പിൽ കമന്റ്സ് മാത്രമല്ല, നമുക്ക് വാട്സാപ്പിൽ പേഴ്സണലി നമ്മൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഒരു എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നത്, അങ്ങനെ കുറെ ഡൗട്ട്സ് ഒരുപാട് പേര്. പക്ഷെ എല്ലാവർക്കും നമുക്ക് പേഴ്സണലി സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് വാട്സാപ്പിലാണെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ 2 കുട്ടികളെയും കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരോടും പേഴ്സണലി അപ്പൊ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്പരമായിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് കുറെ ഫേമസ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട്. അപ്പൊ അവിടേക്ക് കാണാൻ ഞങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ 2M ആയതിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളോട് കൂടി, കാരണം ബിഗിനേഴ്സ് ആയ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കുറെ എന്താ പറയുക സംശയങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, സമയമുണ്ടോ ഒരു വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാന്നും കൂടെ വിചാരിച്ചു. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ.
അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. റീച്ച് ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ റീച്ച് ഉണ്ടാവും, ചിലപ്പോൾ റീച്ച് കിട്ടിയിട്ട് പിന്നെ റീച്ച് കുറയും, പക്ഷെ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നെങ്കിലും ഒരിക്കൽ അത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞോട്ടെ ഞാൻ. ഇപ്പൊ ഒരു പാറ സിനിമയിലെ കോപ്പിയാണ്. ഒരു പാറ ഒരു അടി അടിക്കും പൊട്ടൂല, രണ്ടടി അടിക്കും പൊട്ടൂല, 100ാമത്തെ അടിയിലേക്കും പൊട്ടണം. പക്ഷെ നമ്മൾ 99 വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആവത്തില്ല. ഒരു പാറ അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമില് കൊറേ കോട്സ് കാണുന്നുണ്ട്. പണ്ട് തൊട്ടേ എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇത് ശ്രീനിവാസൻ ഏതൊരു സിനിമ പറയണം. ആക്ച്വലി അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സെറ്റ് ആവണം. എന്താണ് സെറ്റ് ആവാത്തത്, നമ്മൾ എത്ര നാളെ വീഡിയോ ഇടാൻ അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ ഒരു ദിവസം വീഡിയോ ഇട്ട് ഒരാഴ്ച കണ്ട് അടുത്ത വീഡിയോ നിൽക്കരുത്. നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് റെഗുലർ ആയിട്ട് വീഡിയോ ഇടുക. പലതരത്തിലുള്ള കമന്റ്സുകൾ ഉണ്ടാകും. അതിപ്പോ നല്ല വീഡിയോ ഇട്ടാലും ചീത്ത വീഡിയോ ഇട്ടാലും ഉണ്ടാകും. ചീത്ത വീഡിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ രണ്ടുപേരും ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ പരസ്പരം ചോദിക്കും ഈ വീഡിയോ ഓക്കെ അല്ലേ, നമുക്ക് ചെയ്യാലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പരസ്പരം ചോദിക്കും. നെവർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഒരു എക്സ്റ്റേണൽ പേഴ്സൺ, ഒരു മൂന്നാമത്തെ ആൾ വന്ന് കമന്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ആ വീഡിയോ നമുക്കൊരു പ്രശ്നമില്ലാന്ന് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. പിന്നെ വീഡിയോ റെഗുലർ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്യുക. ആ ടൈം ഫിക്സ് ചെയ്ത് നിങ്ങൾ ഇടുക. പിന്നെയൊക്കെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ നോർമൽ എക്സ്പീരിയൻസ്ഡ് ആയിക്കോളും. പതുക്കെ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ കുറെ വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോ അതേപോലത്തെ അവരുടെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയണമെങ്കിലും അവരെന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ അറിഞ്ഞ് നമുക്ക് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ചാനൽ തുടങ്ങിയാലും അതെ, നമ്മുടെ ചാനൽ നമ്മളെ മാർക്കറ്റ് ചെയ്യണ പോലെ വേറെ ആരും നമ്മളെ മാർക്കറ്റ് ചെയ്യില്ല. അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസ് ഇടുക, നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യുക, വെറൈറ്റി കണ്ടന്റ്സ് ചെയ്യുക, മാക്സിമം സ്വന്തം കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലേ ചേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചാനൽ എന്തായാലും മുന്നോട്ട് പോയിക്കോളും ഗൈസ്. ഞങ്ങളുടെ അനുഭവമാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ഇപ്പൊ ചാനലുള്ള ആളുകൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരുപാട് ബിഗിനേഴ്സിനും ചാനലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഞങ്ങൾക്കും അത് ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾ പറയുന്ന ഓരോ കമന്റ്സും. അപ്പൊ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആവട്ടെ. ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഇപ്പൊ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ റിപ്ലൈ തരും നിങ്ങൾക്കും. ആക്ച്വലി ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യണം മറ്റേ മറിച്ചതൊക്കെ പറഞ്ഞു. അതിന് 5 lakh പറഞ്ഞു. അതിന് വണ്ണമായി വണ്ണമിന് നമ്മൾ സെറമ ഹോസ്പിറ്റലൈസ്ഡ് ആവണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ണമ്മിന് എന്തോ ഭയത്തിന് ആക്ച്വലി സെറയുടെ ബർത്ത്ഡേ കൂടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വേണം പറയാം, അല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്തല്ല. അപ്പൊ അത് വണ്ണം എന്നപ്പോഴും ജോ പറഞ്ഞു എന്തായാലും 2 minutes സെലിബ്രേറ്റ് ചെയ്യണം. നൈറ്റ് ചായ കേക്ക് വാങ്ങിച്ചു കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണം. ഉറങ്ങിപ്പോയി കൂർക്കം വലിച്ചുറങ്ങണേന്ന് ജോ കാണിച്ചു കൊടുത്തപ്പോ ജോ ഇങ്ങനെയൊന്ന് തുടങ്ങി. ആക്ച്വലി ഹാപ്പി ആണ് കേട്ടോ. ഞങ്ങൾ അച്ചീവ്മെന്റ് കിട്ടിയത് അത് ലിബറൽ ആയിട്ടൊന്നും കാണുന്നതല്ല, ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങളുടെ ഈ സിറ്റുവേഷൻ, അതായത് ഈ ഒരു ഇങ്ങനെ ടഫായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന്റെ കൂടെ ഇതൊക്കെ പെട്ടെന്ന് വരാൻ നേരത്തില്ല. ഹാപ്പിനെസ് ഞങ്ങൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഞങ്ങള്. ഫസ്റ്റ് തന്നെ നമ്മൾ താങ്ക്ഫുൾ ടു ഗോഡ്. വിത്തൗട്ട് അല്ലെങ്കിൽ ഇച്ചായന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ദൈവത്തിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. വിത്ത് ഗോഡ് ഗ്രേസ് തന്നെ പറയണം. ദൈവത്തിന്റെ സപ്പോർട്ടും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു 2 വരെ എത്താൻ പറ്റിയത്. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇപ്പം നെഗറ്റീവ് ആണെന്ന് വെച്ച് പറയാതിരിക്കരുത്. നെഗറ്റീവും പറയുക, പോസിറ്റീവും പറയുക. നിങ്ങൾ പറയുന്ന ഓരോ അഭിപ്രായങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. നമ്മൾ ഷോർട്സിൽ ഒതുങ്ങിപ്പോണത് പറഞ്ഞുകൊണ്ടല്ല, കുഞ്ഞു കണ്ടന്റുകൾ ചെയ്താൽ മതിയല്ലോ. 1 minute ഒതുങ്ങി പോണതല്ല, ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മള്. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ ഷോർട്സ് കാണാനാണ്, അതായത് വലിയൊരു ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ ഷോർട്സ് ആണ് വീഡിയോ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമന്റ്സ്. മോസ്റ്റ് ഓഫ് ദം എന്തായാലും ഷോർട്സ് ആയിരിക്കും. അല്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം.
വീഡിയോസിലൂടെ അതുപോലെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ എന്തായാലും എന്നെ കണ്ടന്റ് ചെയ്ത ഞങ്ങളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ഒന്നുമില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ട് നമുക്ക് ഇനിയും നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് വേഗം കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസ് വേഗം നിങ്ങളുടെ എത്തും, നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ വീഡിയോ കാണാൻ പറ്റും ഗൈസ്. ആൻഡ് ദെൻ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ, അല്ലേ? ഇവൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ദെൻ ലൈക്ക് ചെയ്യുക. ഇഷ്ടമല്ലെന്ന് അറിയാം നിങ്ങൾ ചിലവർക്ക്. ഞങ്ങൾ ഇഷ്ടമല്ലെന്ന് കുറെ പേര് കമന്റ് ചെയ്യാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ദെൻ താങ്ക്സ് ടു ഓൾ. ബൈ. ബൈ ഗൈസ്.